സദൃശ്യവാക്യങ്ങൾ അധ്യായം 20. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. വീഞ്ഞ് കടുപ്പമേറിയതും മദ്യവും ലഹരിയും അപഹാസ്യവുമാണ്. അവയ്ക്ക് അടിമയാകുന്നവൻ വിവേകിയല്ല. രാജകോപം മലറുന്ന സിംഹതുല്യം. അവനെ പ്രകോപിക്കുന്നവൻ തന്നെ അപകടത്തിലാക്കുന്നു. തർക്കത്തിൽ നിന്നൊഴിഞ്ഞു നിൽക്കുന്നതാണ് മനുഷ്യന് ബഹുമാനം. ഭോഷനോ ശണ്ടയിട്ടുകൊണ്ടിരിക്കുന്നു, അലസൻ എന്നും പരിഹാസ്യൻ. അവൻ കൊയ്ത്തുകാലത്ത് അവൻ അലഞ്ഞു നടക്കും, വെള്ളം പോലും കിട്ടുകയില്ല. രാജമനസ്സിലുള്ള ആലോചന ആഴമേറിയത്, എന്നാൽ വിജ്ഞാനിയായ മനുഷ്യന് അവിടെ നിന്ന് കോരിയെടുക്കാം. അനേകം പേർ ദയാലുക്കൾ എന്ന് വിളിക്കപ്പെടാറുണ്ട്, എന്നാൽ വിശ്വസ്തനായ മനുഷ്യനെ ആർക്ക് കണ്ടെത്താൻ കഴിയും? പരമാർത്ഥ ഹൃദയത്തോടെ നീതിമാൻ നടക്കുന്നു, അവൻ്റെ കാലശേഷം അവൻ്റെ മക്കൾക്ക് സൗഭാഗ്യം. രാജാവ് ന്യായാസനത്തിൽ ഉപവിഷ്ടനാകുന്നു, അവൻ്റെ സന്നിധിയിൽ ദുഷ്കർമ്മികളെല്ലാം ചിതറിപ്പോകുന്നു. എൻ്റെ ഹൃദയം കുറ്റമറ്റതാണ്, ഞാൻ പാപത്തിൽ നിന്ന് നിർമ്മലനാക്കപ്പെട്ടവനാണെന്ന് പറയുവാൻ ആർക്ക് കഴിയും? വ്യാജ തൂക്കുകട്ടകളും അളവു പാത്രങ്ങളും ഇവ രണ്ടും കർത്താവിന് വെറുപ്പുള്ളവയത്രേ. അവൻ നിർമ്മലനാണോ? അവൻ്റെ പ്രവൃത്തികൾ നേരുള്ളവയോ എന്ന് ബാലൻ പോലും അറിയപ്പെടുന്നത് അവൻ്റെ പ്രവൃത്തികളിലൂടെ അത്രേ. കേൾക്കാനുള്ള ചെവിയും കാഴ്ചയ്ക്കുള്ള കണ്ണും കർത്താവാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. വല്ലാതെ സ്നേഹിക്കരുത്, നീ ദരിദ്രനായി പോകും. നിന്റെ കണ്ണുകൾ തുറക്കുക, നീ തൃപ്തനായി തീരും. ഞാൻ വളരെ സമ്പാദ്യമുള്ളവനാണെന്ന് സ്നേഹിതൻ കൂട്ടുകാരനോട് പറയുമ്പോൾ അവൻ ആദരിക്കപ്പെടുന്നു. എനിക്ക് സ്വർണവും വളരെയേറെ രത്നക്കല്ലുകളും മനോഹര വസ്ത്രങ്ങളും ജ്ഞാനത്തിൻ്റെ വചനങ്ങളും ഉണ്ട് എന്ന് അവൻ പറയും. അന്യന് ജാമ്യം നിൽക്കുന്നവൻ്റെ മേലെങ്കി അവർ പിടിച്ചെടുത്തു, അന്യനു വേണ്ടി അവൻ്റെ കൂടാരവും എടുത്തു. വ്യാജത്തിൻ്റെ അപ്പവുമായി ജാമ്യം നിന്നു, പിന്നീട് അവൻ്റെ വായിൽ ചരൽ നിറയും. ആലോചന ചിന്തയാൽ രൂപീകൃതമാകുന്നു, വൈരാഗ്യത്തോടെ യുദ്ധത്തിൽ ഏറ്റുമുട്ടുന്നു. ഏഷണിക്കാരൻ രഹസ്യങ്ങൾ വെളിപ്പെടുത്തും. അതരധൃതിയുള്ള സംസാരപ്രിയനോട് നീ സംസർഗം ചെയ്യരുതേ. മാതാപിതാക്കളെ ശപിക്കുന്നവൻ്റെ വിളക്ക് കണ്ണിൻ്റെ അന്ധകാരത്തിൽ കെട്ടുപോകും. ധൃതിയിൽ കൈവശമാക്കിയ അവകാശം അവസാനം അനുഗ്രഹീതമായിരിക്കുകയില്ല. തിന്മയ്ക്ക് ഞാൻ പകരം ചെയ്യും എന്ന് നീ പറയരുത്. പിന്നെയോ ദൈവത്തിനായി കാത്തിരിക്കുക, അവൻ നിന്നെ രക്ഷിക്കും. കള്ളത്തൂക്കങ്ങൾ ദൈവം വെറുക്കുന്നു, കള്ളത്തുലാസുകൾ നന്നല്ല. മനുഷ്യൻ്റെ നടപ്പുകളുടെ വഴി ദൈവസന്നിധിയിൽ നിന്നാണ് ക്രമീകരിക്കപ്പെടുന്നത്. തൻ്റെ വഴി സ്വയം തയ്യാറാക്കുവാൻ കഴിവുള്ള മനുഷ്യനാർ? വിശുദ്ധിക്കായി നേർച്ച നേർന്നിട്ട് പിന്നീട് അതേപ്പറ്റി പശ്ചാത്താപിക്കുന്നത് മനുഷ്യനൊരു കെണിയാണ്. വിജ്ഞാനിയായ രാജാവ് അധർമ്മികളെ ചിതറിച്ചു കളയും, അവരുടെ മേൽ രഥചക്രങ്ങൾ പായിക്കും. മനുഷ്യൻ്റെ ശ്വാസം കർത്താവ് കൊളുത്തിയ ദീപമാണ്, അത് അവൻ്റെ അന്തർഭാഗങ്ങൾ പരിശോധിക്കുന്നു. കൃപയും സത്യവുമാണ് രാജാവിനെ സംരക്ഷിക്കുന്നത്, അവൻ്റെ സിംഹാസനം കൃപ കൊണ്ട് ഉറപ്പിക്കപ്പെടുന്നു. ശക്തിയാണ് യുവാക്കളുടെ മഹിമ, നരച്ച മുടിയാണ് വയോധികരുടെ ശോഭ. മനോവേദനയും ദണ്ഡനവും ദുഷ്ടന്മാർക്കും
കടുത്ത ശിക്ഷ അവരുടെ ഉള്ളറകൾക്കും നേരുന്നു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ഭാർഗമോർ